ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ ചെയ്യുന്നതാണിത്. നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചോ. അപ്പം അവിടെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ത്രൂ നിങ്ങളെക്കുറിച്ച് പലതും മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഈ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുന്നതിലൂടെ ഒരാൾക്ക് നമ്മളോടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അവർക്ക് നമ്മളോടുള്ള ബോണ്ടിങ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം ഒരാൾ ഭയങ്കര സാഡായിട്ടിരിക്കുന്നു, അവരുടെ ബോഡി ലാംഗ്വേജ് ത്രൂ നിങ്ങൾക്കത് മനസ്സിലാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായാലും നിങ്ങൾ പോയി ചോദിക്കും എന്താ കാര്യം എന്ന്, അല്ലെങ്കിൽ അവരെ സമാധാനിപ്പിക്കാൻ നോക്കും. അപ്പം അവർക്ക് നിങ്ങളോടൊരു ബോണ്ടിങ് തോന്നും, അല്ലെങ്കിൽ അങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ആവും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാരുടെ യഥാർത്ഥ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്ക് ബോഡി ലാംഗ്വേജ് ത്രൂ മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ, ആൾക്കാർ പറയാത്ത സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് പോലെയാണ് ഇത്. ഇതിൻ്റെ മെയിൻ വെപ്പൺ എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്. അപ്പം അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇതിൽ ആദ്യത്തെ പോയിന്റ്, ഇപ്പം ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്, അതിൽ ഒരാൾ മാത്രം ഇങ്ങനെ പുറകോട്ട് ചാഞ്ഞിരുന്നിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതിന് രണ്ട് മീനിങ് ആണ് വരുന്നത്. ഒന്ന്, അയാളാണ് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള ആള് അല്ലെങ്കിൽ വലിയ ആള് എന്നുള്ളൊരു മീനിങ് വരും. രണ്ടാമത്തത്, അവർക്ക് ആ സംസാരത്തോട് താല്പര്യമില്ല, എല്ലാവരും കൂടെ സംസാരിക്കുന്ന ആ വിഷയത്തോട് അല്ലെങ്കിൽ ആ ഒരു സംസാരത്തോടെ അവർക്ക് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ആൾക്കാർ ഇങ്ങനെ ചാരി ഇരുന്നതിന് ശേഷം കൈ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ അതേ സെയിം മീനിങ് ആണ് വരുന്നത്. അവരാണ് ആ കൂട്ടത്തിലെ നേതാവ്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇനിയിപ്പം മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു രണ്ടുപേര് ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൽ ഒരാൾ ഇങ്ങനെ മുന്നോട്ട് അണിഞ്ഞിരുന്നിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, സംസാരം കേൾക്കുന്നതെങ്കിൽ അവർക്ക് ആ സംസാരം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സംസാരിക്കുന്നതെന്ന് അർത്ഥം. ഇനി കുറേ ആൾക്കാർ ചേർന്നിരുന്ന് സംസാരിക്കുന്ന ടൈമിലാണെങ്കിൽ അവരിങ്ങനെ ചാഞ്ഞിരിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവരുടെ വശത്തേക്കായിരിക്കും. അപ്പം അവരുടെ രണ്ട് വശത്തും ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് കൂടുതൽ താല്പര്യമുള്ളവർ ഈ സൈഡിലാണെങ്കിൽ അവരുടെ ഇങ്ങോട്ടേക്ക് ചാഞ്ഞിരുന്നിട്ടായിരിക്കും സംസാരിക്കുക. ഇനി ഇപ്പുറത്തെ സൈഡിലാണ് അവർക്ക് കൂടുതൽ താല്പര്യമുള്ളവർ ഇരിക്കുന്നതെങ്കിൽ അവർ ഇങ്ങോട്ട് ഈ ഒരു വശം ചെരിഞ്ഞിരുന്നിട്ടായിരിക്കും സംസാരിക്കുക. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം രണ്ടുപേര് ഒരു കോഫി ഷോപ്പിൽ പോയി ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി ഇരുന്നിട്ടോ സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോ. ആ ടൈമിൽ അവർ ചായയോ അല്ലെങ്കിൽ വെള്ളമോ കുടിക്കുന്നത് രണ്ട് കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ അവർക്ക് ആ ഓപ്പോസിറ്റുള്ള ആൾ സംസാരിക്കുന്നതിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന അർത്ഥം. ഇനി അവർ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരുന്ന് വെള്ളം അല്ലെങ്കിൽ ചായ കുടിക്കുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്, താല്പര്യമുണ്ട്, അവർ സംസാരിക്കുന്നത് ഓപ്പോസിറ്റുള്ള ആൾ സംസാരിക്കുന്നത് എന്താണെന്ന് അവർ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവരിങ്ങനെ കഴുത്തിങ്ങനെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ടോപ്പിക്ക് അവർക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല, അവർക്ക് അവിടെ നിന്ന് പെട്ടെന്ന് പോവണം എന്നൊരു മീനിങ് ആണ് വരുന്നത്. അടുത്തത്, ഇപ്പം ഒരാളിങ്ങനെ എന്തോ ആലോചിച്ചിട്ട് ഇങ്ങനെ താടി ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ എന്തോ ഒരു ഡിസിഷൻ ഫൈനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതിനിപ്പോൾ അവരുടെ ജോലിനെ കുറിച്ചാവാം അല്ലെങ്കിൽ പഠിത്തത്തിനെ കുറിച്ചാവാം, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണെന്ന് എന്നാണ് അർത്ഥം. ഒരാൾ സംസാരിക്കുന്ന ടൈമിൽ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കോൺഫിഡൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെ കോൺഫിഡൻസ് സൂചിപ്പിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്. ഇനി കൈ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് എന്നാണ് അർത്ഥം വരുന്നത്. ഇനി കൈ രണ്ടും ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മളെ തള്ളവിരൽ മാത്രം പുറത്ത് കാണുന്ന രീതിയിലാണ് പിടിച്ചിട്ടുള്ളതെങ്കിൽ അവരെന്തോ പോസിറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. പെട്ടെന്ന് ആ രണ്ട് തള്ളവിരലും ഉള്ളിലേക്ക് ഡിസപ്പിയർ ആയിട്ടുണ്ടെങ്കിൽ, ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോസിറ്റീവായിട്ടുള്ള തോട്ട് നെഗറ്റീവായി മാറി എന്നാണ് അർത്ഥം. ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ ഓപ്പോസിറ്റുള്ള ആൾ കൈ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പറയുന്ന കാര്യത്തോട് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം അവർ ഡിസഗ്രി ചെയ്യുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഒപ്പം തന്നെ നമ്മളിങ്ങനെ ചെവിയുടെ താഴെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തല ചൊറിയുന്നത്, അതും അതിൻ്റെ മീനിങ്ങും ഡിസഗ്രി ചെയ്യുന്നു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് അർത്ഥം.
സംസാരിക്കുന്ന ടൈമിൽ ഒരാൾ കൈ ഇങ്ങനെ കെട്ടി തമ്പ് മുകളിൽ കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പറയുന്ന കാര്യത്തോട് താല്പര്യമില്ല, അല്ലെങ്കിൽ അവരാണ് അധികാരി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇരുന്നതിന് ശേഷം ആൾക്കാർ കാലിങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് എന്തോ ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കസേരയിൽ നിന്ന് അടുത്തൊരു കസേരയിലേക്ക് കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം ഒരാൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ടൈമിൽ ഓപ്പോസിറ്റുള്ള ആള് ചുണ്ടിങ്ങനെ ഇങ്ങനെ ഹോൾഡ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സംസാരത്തോട് താല്പര്യമില്ല, അവർ ആ ഓപ്പോസിറ്റുള്ള ആള് പറഞ്ഞ കാര്യം അവർ ഡിസഗ്രി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരെന്തോ സ്ട്രെസ്സിലാണ്, അങ്ങനെയാണ് മീനിങ് വരുന്നത്. നമ്മളിപ്പം നമ്മളെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേൾക്കുന്നത് ചിലവരൊക്കെ കണ്ണടച്ചിട്ടായിരിക്കും കേൾക്കുന്നത്, അതിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം നിങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ ഒരാൾ അത് കണ്ണടച്ചിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ടോപ്പിക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ നിങ്ങളെ സംസാരം കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് മീനിങ് വരുന്നത്. ഇനി സംസാരിക്കുന്ന ടൈമിൽ കണ്ണിങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ പറയുന്ന കാര്യത്തോട് ഡിസഗ്രി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം അവർക്ക് വിശ്വാസം ഇല്ല എന്നൊരു മീനിങ് ആണ് വരുന്നത്. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ രണ്ടുപേര് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പം അതിൽ ഓപ്പോസിറ്റ് ഉള്ള ആൾ നിങ്ങൾക്ക് ഒരാളെ ഇങ്ങനെ കാണിച്ചു തരുന്നു. അതിപ്പം നമ്മുടെ ചൂണ്ട് വിരൽ കൊണ്ടാണ് കാണിച്ചു തരുന്നതെങ്കിൽ ഓക്കെ, നമ്മുടെ തള്ള വിരൽ കൊണ്ട് ഇങ്ങനെയാണ് കാണിച്ചു തരുന്നെങ്കിൽ അവർക്ക് ആ കാണിച്ചു തരുന്ന ആളോട് എന്തോ ഒരു പുച്ഛം ഉണ്ട്, അവരെ വലിയ താല്പര്യമില്ല എന്നൊരു മീനിങ് ആണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 100% ശരിയാവണം എന്നില്ല, ഒരു 90% ഒക്കെ ഇത് ശരിയാവണം എന്നുള്ളൂ. അടുത്തത്, ഇപ്പം നിങ്ങൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ടൈമിൽ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈ ഒക്കെ ശരിയാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് രണ്ടർത്ഥമാണ് വരുന്നത്. ഒന്ന്, അവർ മറ്റുള്ളവരെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്, അവരെന്തോ ഫ്രസ്ട്രേഷനിലാണെന്നാണ് മീനിങ് വരുന്നത്. അടുത്തൊരു പോയിന്റ്, ആൾക്കാർ കൈ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒരു കൈ ഉള്ളിലും മറ്റേ കൈ പുറത്തും കാണുന്ന രീതിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തോ ഇൻസെക്യൂർ ആണെന്നാണ് മീനിങ് വരുന്നത്. കുറെ അറിയാത്ത ആൾക്കാരുടെ ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ചിലവരങ്ങനെ കൈ പിടിക്കാറുണ്ട്. ഇപ്പം അധികം അറിയാത്ത ആരുടെങ്കിലും കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക് മീറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ. ഇനി കൈ രണ്ടും ഉള്ളിലേക്കാണ് പിടിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് ഒരു കാര്യത്തിൽ ഒരു താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് ആറ്റിറ്റ്യൂഡിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു പോയിന്റ്, നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആൾക്കാർ ഒരു കൈയുടെ മുട്ടിന്റെ മുകളിൽ മറ്റേ കൈ പിടിച്ച് നിൽക്കുന്നത്. അത് കൂടുതലും ആൾക്കാർ പബ്ലിക്കിൽ നിൽക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡൊക്കെ വാങ്ങാൻ പോകുന്ന ടൈമിലൊക്കെ ആയിരിക്കും അങ്ങനെ നിൽക്കുന്നത്. ആ ഒരു ബോഡി ലാംഗ്വേജ് സൂചിപ്പിക്കുന്നത് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഫീല്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ആൾക്കാർ അങ്ങനെ കൈ പിടിച്ചിട്ട് നിൽക്കുന്നത്. ചില ആൾക്കാർ ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ട് ഷർട്ടിന്റെ കുടുക്കിടുന്നത് പോലെയോ, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെയോ, അല്ലെങ്കിൽ വാച്ച് ഇങ്ങനെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് ചെയ്യാറുണ്ട്. ചില നടന്മാരൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ ഇൻസെക്യൂരിറ്റി മറക്കാൻ, അല്ലെങ്കിൽ അവർ ഭയങ്കര നെർവസ് ആണ്, അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടെ ബാഗ് ഇങ്ങനെ ഫ്രണ്ടിലേക്കാക്കി പിടിക്കാറുണ്ട്. അത് അവരുടെ ഇൻസെക്യൂരിറ്റി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആയതുകൊണ്ടാണ്. അടുത്ത പോയിന്റ്, ഇപ്പം ഒരാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെവി ഇങ്ങനെ തൊട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെന്തോ സ്ട്രെസ്സിലാണ്, അല്ലെങ്കിൽ ആങ്സൈറ്റിയിലാണെന്നാണ് അർത്ഥം വരുന്നത്. ഇനി ചെവി ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ അവരെന്തോ ലൈഫിൽ എന്തോ ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ് എന്നാണ് മീനിങ് വരുന്നത്. അടുത്തത്, ഇപ്പം ഒരാൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തോ ദേഷ്യത്തിലാണ്, അല്ലെങ്കിൽ അവരെന്തോ നുണ പറയാൻ പോവുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ബോഡി ലാംഗ്വേജ്, ചില ആൾക്കാർ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ തള്ള വിരൽ മാത്രം പോക്കറ്റിൽ ഇട്ടിട്ട് ബാക്കി 4 വിരലും പുറത്ത് കാണുന്ന രീതിയിൽ കൈവെക്കാറുണ്ട്. ആ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ട് അർത്ഥമാക്കുന്നത് അവരാണ് കൂട്ടത്തിലെ ഏറ്റവും അധികാരമുള്ളവര്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് അതിന്റെ മീനിങ് വരുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർ നിന്നതിന് ശേഷം കൈ മേശേന്റെ മുകളിൽ ഇങ്ങനെ വിടർത്തി വെക്കും. ആ ഒരു ബോഡി ലാംഗ്വേജ് സൂചിപ്പിക്കുന്നത് അവരാണ് കൂട്ടത്തിലെ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ആള്, അല്ലെങ്കിൽ അവരാണ് അധികാരി എന്നാണ്. അടുത്തൊരു പോയിന്റ്, ഇപ്പൊ നിങ്ങൾ ഒരാളോട് നിങ്ങളുടെ സക്സസ് സ്റ്റോറി പറയുന്ന ടൈമിൽ അവർ ഭയങ്കര സ്ലോ ആയിട്ടാണ് ബ്ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾ സക്സസ് ആയത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അടുത്തത്, ഇപ്പൊ നിങ്ങൾ ഒരാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു,
അവർ അതിന് ആൻസർ പറയാതെ നിങ്ങളോട് അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അവർ ആ ക്വസ്റ്റ്യൻ മറന്നുപോയത് കൊണ്ടല്ല, അവര് ആ ഒരു ക്വസ്റ്റ്യന് സത്യം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അവരൊരു നുണക്കഥ മെനയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയ ടൈമിൽ അവരുടെ ഫോൺ അവർ ഫേസ് ഡൗൺ ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അവരെന്തോ സീക്രട്ട് ഹൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് അതിനർത്ഥം. അടുത്തൊരു പോയിന്റ്, ഇപ്പൊ രണ്ടാൾക്കാർ നിന്ന് സംസാരിക്കുന്ന ടൈമിൽ രണ്ടുപേരും കാല് ക്രോസ് ചെയ്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കംഫർട്ടബിൾ ആണ് എന്നാണ് മീനിങ് വരുന്നത്. അടുത്തൊരു ബോഡി ലാംഗ്വേജ്, ഒരാൾ നിൽക്കുന്ന ടൈമിൽ അവരുടെ ഒരു കാല് ഫുള്ളായിട്ട് തറയിൽ വെച്ചിട്ട് മറ്റേ കാലിന്റെ പകുതി പൊക്കി വെച്ചിട്ട്, അതായത് ഉപ്പൂറ്റി ഭാഗം പൊക്കി വെച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് അവിടുന്ന് പെട്ടെന്ന് പോവണം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു കാല് സാധാ പോലെ വെച്ചിട്ട് മറ്റേ കാലിന്റെ ഫ്രണ്ട് ഭാഗം പൊക്കി ഉപ്പൂറ്റിക്ക് ബലം കൊടുത്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവരെന്തോ നല്ല സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് കാലും ഒരുപോലെ വലത്തെ ഭാഗത്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് അവരുടെ കോൺഫിഡൻസിനെ സൂചിപ്പിക്കുന്നു. ലാസ്റ്റ് ആയിട്ട് സ്മോക്കിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒരാൾ മുകളിലേക്ക് നോക്കിയിട്ട് പുക വലിച്ചിട്ട് ആ പുക മുകളിലേക്കാണ് വിടുന്നതെങ്കിൽ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെന്തോ പോസിറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കുകയാണെന്ന് അർത്ഥം. അതേപോലെ തന്നെ താഴോട്ട് നോക്കിയിട്ടാണ് പുക വിടുന്നതെങ്കിൽ അവരെന്തോ നെഗറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്തോ സീക്രട്ട് ആയിട്ടുള്ള കാര്യം ചിന്തിക്കുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. സിഗരറ്റ് കെടുത്തിയാൽ അവരുടെ സംസാരം കൺക്ലൂഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ഞാനും എൻ്റെ സംസാരം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു.